ആര്യ, ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവെക്കാനുള്ളൊരു വിവരമെന്ന് പറയുന്നത് ഈ ആക്രമണമേറ്റ ജയസൂര്യയുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അത് ആശ്വാസകരമായ വാർത്തയുമാണ്. അതായത് ഇവർ ജയസൂര്യ അടങ്ങുന്ന സംഘം ഈ തിരച്ചിലിനിടയിൽ കടുവ ചാടി വീണ് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ കടുവയുടേതാണെന്ന് തോന്നിക്കുന്ന പാടുകളും ഉണ്ടെന്ന് ഒരു വിവരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും പരിക്കത്ര ഗുരുതരമല്ല എന്ന് പറയുന്നത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും മാനന്തവാടി മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിനുള്ള ചികിത്സ നൽകുകയും ചെയ്യും. എന്നാൽ മാത്രമേ അതിലൊരു സ്ഥിരീകരണം എത്രത്തോളം സാരമുള്ളതാണ് നിസാരമാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അത്ര ഗുരുതരമല്ലാത്ത പരിക്കാണ് ഏറ്റിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയ ഒരു വലിയ ഉദ്യോഗസ്ഥ സംഘമുണ്ട്. നേരത്തെ പോയ RRT ടീമും അതുപോലെ തന്നെ 8 അംഗങ്ങൾ ഉൾപ്പെടുന്ന 8 അംഗ സംഘമല്ലാത്തതും അതിനും പുറമെയുള്ള ഒരു വലിയ ടീം ഇപ്പോഴും ഈ പ്രദേശത്തേക്ക് തറയിട്ടാൽ എന്ന ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ ഈ കടുവയെ കണ്ടതായി സൂചന ലഭിച്ചത് മുതൽ അവർ കടുവക്കായുള്ള തിരച്ചിലും ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതു വിധേനയും കണ്ടാൽ കടുവയെ വെടിവെക്കുക എന്നുള്ളത് തന്നെയാണ് അരുൺ സക്കറിയ ആൻഡ് ടീമിന് മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നതും. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഒരു ആശ്വാസകരമായ വാർത്തയിലേക്കായിരിക്കും ഒരു പക്ഷെ നമ്മൾ പോവുക. എന്തായാലും അതിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അതിനെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ദൗത്യം. അത് ഒരു പക്ഷേ അങ്ങനെ തന്നെയാവുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇപ്പോൾ ഈ നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കടുവയുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മനസ്സിലായതാണ്. അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായതാണ്. അങ്ങനെ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കേന്ദ്രീകരിച്ച് ഒരു 3 കൂടുകൾ സ്ഥാപിച്ചും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് തന്നെ ഈ മേഖലകളിൽ തന്നെ തിരച്ചിൽ നടത്തിയാൽ മതി എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും അതിനുവേണ്ടി ടീമിനെ നിയോഗിക്കുകയും ഒക്കെ ചെയ്തത്. അത് ആ രീതിയിൽ തന്നെ ഇന്നലെ ഉച്ചയോടെയാണ് അരുൺ സക്കറിയയും മറ്റും തൃശ്ശൂരിലെ ദൗത്യം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് സമയമൊന്നും എടുത്തതുമില്ല. കാരണം അദ്ദേഹത്തിന് കൃത്യമായിട്ട് കാര്യങ്ങൾ ഈ ട്രാപ്പിഡ് ക്യാമറകളടക്കം ഉപയോഗിച്ച് പരിശോധന നടത്തിയതിൻ്റെയും ഈ ആക്രമണമേറ്റ സ്ഥലത്തിൻ്റെയും ഭൂപ്രകൃതിയും ഒക്കെ അനുസരിച്ച് അദ്ദേഹം ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. ആ പ്ലാൻ അനുസരിച്ചാണ് ഇന്ന് ടീമിനെ നിയോഗിച്ച് വിട്ടത്. ഒരുപക്ഷെ വെടിവെച്ച് ഇന്ന് തന്നെ മയക്കുവെടി വെച്ച് ഇന്ന് തന്നെ പിടികൂടാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയൊക്കെ അദ്ദേഹത്തിന് അനൗദ്യോഗികമായി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദൗത്യത്തിന് പോയ ഒരംഗത്തിന് തന്നെ ഇത്തരത്തിലൊരു ആക്രമണം ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രവുമല്ല, പഞ്ചാരക്കൊല്ലിയിലെ നിവാസികൾ നേരത്തെ തന്നെ ഈ രാധയ്ക്ക് ആക്രമണം ഏറ്റത് മുതൽ തന്നെ അവർ വലിയ ഭീതിയിലാണ്. നേരത്തെയും കാട്ടുപോത്തും ആനയും ഒക്കെ ഈ പ്രദേശത്തേക്ക് ഇറങ്ങി നിരന്തരം ആക്രമണം ഉണ്ടാക്കുന്നു, നിരന്തരം കൃഷി നശിപ്പിക്കുന്നു എന്നുള്ള പരാതിയുമായി അവർ ഒരുപാട് കാലമായി നടക്കുന്നതുമാണ്. ഇന്നലെയൊക്കെ സംസാരിച്ച സമയത്ത് ഇലക്ട്രിക് ഫെൻസിങ്ങിനെ കുറിച്ചും അടിക്കാട് വെട്ടാത്തതിനെ കുറിച്ചുമൊക്കെ അവർ നിരന്തരമായിട്ട് പരാതികൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ അതെല്ലാം സംസാരിച്ച് അടിക്കാട് വെട്ടാം, നിങ്ങളുടെ ഇലക്ട്രിക് ഫെൻസിങ്ങിൽ ചാർജ് ചെയ്യാം, അതെല്ലാം സജ്ജമാക്കാമെന്ന് ഉറപ്പ് കൊടുത്തപ്പോഴും ഒക്കെ അവർക്ക് ആശ്വാസമായി. അതുമാത്രവുമല്ല, കടുവയെ പിടികൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തന്നെ തുറന്നു വിടാതെ അതിനെ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റുമെന്നൊരു ഉറപ്പ് നൽകി ഒരു പ്രതീക്ഷയോടുകൂടി ചെറിയൊരു ആശ്വാസത്തോടു കൂടിയായിരുന്നു കുട്ടികളടക്കമുള്ള സംഘം ഇന്നലെ വീട്ടിലേക്ക് മടങ്ങിയത്. അതോടൊപ്പം തന്നെ ഇന്നലെ കടുവയെ വീണ്ടും ഒരു വീട് പരിസരത്ത് കടുവയെ കണ്ടു എന്ന് പറയുമ്പോൾ അവരുടെ ആശങ്ക ഇരട്ടിപ്പിക്കുന്നു. പിന്നീട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് അവിടെ തിരച്ചിൽ നടക്കുന്നു. അങ്ങനെ ഇന്നെങ്കിലും കടുവയെ പിടികൂടുമെന്ന ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു ഇന്നും ഈ പഞ്ചാരക്കൊല്ലിലെ നിവാസികൾ ഇന്നും ഉണർന്നെണീറ്റത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അത്രയും ഭീതിയുണ്ട്, ആശങ്കയുണ്ട്. അതിനിടയിൽ DFO കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയ്ക്ക് അതായത് അത്രയും ഭയത്തോടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലല്ല ഈ DFO ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നതിനിടയ്ക്ക് അതൊന്നും വിശദീകരിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു SHOന്റെ ഷോ നമ്മൾ കാണുന്നു. ഈ SHOയുടെ ഷോ ഒക്കെ നമ്മൾ ഇന്ന് കണ്ടതാണ്. ആ സമയത്തൊക്കെ നമുക്ക് പറയാനുള്ളത് ഇത്രയും ഭീതിതമാണ് ഇവിടുത്തെ അവസ്ഥ, ഇത്രയും ആശങ്കയോടെയാണ് ഇവിടുത്തെ ഓരോ മനുഷ്യരും കഴിയുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ അപ്ഡേഷൻ, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനാണ്